മാംഗല്യം. ജഗൻ എഴുതി ചേർത്ത ഓരോ വരികളിലൂടെയും കണ്ണോടിക്കുമ്പോൾ ജാൻവി അതിലൊക്കെ കണ്ടത് തന്നെ തന്നെയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ജാൻവി ആലോചനയോടെ നിന്നു. അന്ന് അമ്മ ഒരു തിരുമേനിയുടെ അടുത്ത് നമ്മുടെ ജാതകങ്ങൾ നോക്കാൻ പോയി വന്ന ശേഷം മുത്തച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. നമ്മുടെ ജാതകങ്ങൾക്ക് എന്തോ പ്രത്യേകതയുള്ളതാണെന്ന്. അവിശ്വസനീയതയോടെ ജഗന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജാനി ചോദിച്ചു, ജഗൻ ഇതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? സത്യം പറയാലോ, കുറച്ചുനാൾ മുമ്പ് വരെ എനിക്കിതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്, ഇതിലും എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന്. ജഗൻ ആലോചനയോടെ പറഞ്ഞതും ജാൻവി വീണ്ടും പഴയ കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് കുഞ്ഞു തല പുകയ്ക്കാൻ നിൽക്കണ്ട. തൽക്കാലം താനൊന്ന് ശാന്തായിട്ടിരുന്നേ. വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും എന്റെ കുഞ്ഞിന് കൊടുക്കരുതേ. അതും പറഞ്ഞുകൊണ്ട് ജഗൻ അവളുടെ വയറിലൊന്ന് കൈവച്ചു. പരിഭവത്തോടെ ജാനി തിരിഞ്ഞു നിന്നു. സോറി. നമ്മുടെ കുഞ്ഞു പോരെ? അവളുടെ താഴ്ന്നു പോയ മുഖം ചൂണ്ടുവിരലാൽ ഉയർത്തിക്കൊണ്ട് ജഗൻ ചോദിച്ചതും ജാൻവിയുടെ അതിരങ്ങളിൽ ഒരു ചിരി വിടർന്നു. അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവന്റെ കഴുത്തിലേക്ക് അതിരങ്ങൾ ചേർത്തു. പിന്നെ അവന്റെ നെഞ്ചി ചാരി നിന്നുകൊണ്ട് കായൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. ആഘോഷം അപ്പോഴേക്കും ഒന്നിനു പിറകെ ഒന്നൊന്നായി മഴത്തുള്ളികൾക്ക് ജന്മം നൽകിക്കൊണ്ടേയിരുന്നു. വീശിയടിച്ച കാറ്റിൽ ദിശ തെറ്റിയെത്തിയ മഴത്തുള്ളികൾ ഭാഗികമായി ജാൻവിയും ജഗനെയും നനച്ചു. മഴത്തുള്ളികൾ മുഖത്തേക്ക് പതിച്ചപ്പോൾ മുത്തുകിലുക്കം പോലെ ജാൻവി ഒന്ന് ചിരിച്ചു. ആ ചിരിയുടെ അലയൊലികൾ അവിടെ ആകമാനം നിറഞ്ഞു നിന്നു. പിന്നെ അത് ജഗന്റെ അതിരങ്ങളിലേക്കും വ്യാപിച്ചു. അവരിരുവരും ഒന്നിച്ച് ആ പ്രണയമഴ നനഞ്ഞു. ഇടയ്ക്ക് എപ്പോഴും എന്തോ ആവശ്യത്തിനു വേണ്ടി അവരെ വിളിക്കാനായി ബാൽക്കണിയിലേക്ക് വന്ന ബിന്ദു കാണുന്നത് ആ കാഴ്ചയാണ്. പരസ്പരം ചേർന്ന് നിന്ന് മഴ നനയുന്ന ജഗനും ജാനിയും. അവരുടെ നല്ല നിമിഷങ്ങൾ ഇല്ലാതേക്കേണ്ടതില്ലല്ലോ എന്ന് കരുതി ബിന്ദു അവർക്കടുത്തേക്ക് പോയില്ല. ഒരു ചെറുചിരിയോടെ തിരിഞ്ഞു നടന്നു. എത്ര നേരം അവർ അവിടെ ചുറ്റിപ്പിടിച്ച് ആ നിൽപ്പ് നിന്നെന്ന് അവർക്ക് പോലും ബോധ്യമുണ്ടായിരുന്നില്ല. മഴ പെയ്തു തോർന്നു. മാനം തെളിഞ്ഞു. പുറത്തെ വെളിച്ചം മങ്ങി. പതിയെ ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. അങ്ങിങ്ങായി ലൈറ്റ് തെളിയിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന ഹൗസ് ബോട്ടുകളും ചെറുവള്ളങ്ങളും. എത്ര കണ്ടാലും മതിവരാത്ത കായൽ കാഴ്ചകളിൽ നിന്ന് കണ്ണെടുക്കാതെ അവർ ഇരുവരും നിന്നു. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? ഫ്രഷ് ആവണ്ടേ? വാ, അകത്ത് കയറി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. ജഗനത് പറഞ്ഞിട്ടും ജാൻവി അവനെ വിടാൻ കൂട്ടാക്കാതെ അവന്റെ ദേഹത്തേക്ക് ഒന്നുകൂടി ഒട്ടിച്ചേർന്ന് നിന്നതും ജഗൻ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് നേരെ കൊണ്ടു നിർത്തിയത് വാഷ്റൂമിലായിരുന്നു. പിന്നെ പതിയെ പുറത്തേക്കിറങ്ങി അവൾക്ക് കുളിച്ചു മാറാൻ ഒരു ജോഡി ഡ്രസ്സും എടുത്ത് കയ്യിൽ കൊടുത്തു. വേഗം വസ്ത്രം മാറി വരാൻ പറഞ്ഞു. തൊട്ടപ്പുറത്തെ റൂമിൽ പോയി ജഗനും ഫ്രഷായി വന്നു. ജാൻവിയുടെ മുടിത്തുമ്പിലൂടെ വെള്ളം ഊർന്നു വീഴുന്നത് കണ്ടതും ജഗൻ അവളുടെ കയ്യിലിരുന്ന ടവൽ വാങ്ങി തല നന്നായി ഒന്ന് തുടച്ചു കൊടുത്തു. ജാൻവി ആസ്വദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ. അന്ന് രാത്രി ജാൻവിക്ക് കഞ്ഞി കുടിക്കാൻ ആഗ്രഹം തോന്നുന്നു എന്ന് പറഞ്ഞതും ബിന്ദു ചേച്ചി കഞ്ഞിയും പയറും മാങ്ങ അച്ചാറും നല്ല ചുട്ട പപ്പടവും ചമ്മന്തിയും ഒക്കെ ആയിട്ട് അവൾക്ക് നൽകി. ആസ്വദിച്ച് കഞ്ഞി കുടിക്കുന്നവളെ ജഗൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. ആദ്യമായിട്ടാണ് അവൾ ഇത്രയും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത്. ജഗൻ മനസ്സിലോർത്തു. ബൗളിലേക്ക് എടുത്ത കഞ്ഞി മുഴുവനും ജാൻവി കുടിച്ചു തീർന്നതും ജഗൻ അല്പം കൂടി അവളുടെ ബൗളിലേക്ക് വിളമ്പി. ശേഷം അവനും ബിന്ദു ചേച്ചിയും കഴിച്ചു. ദിവസങ്ങൾ ഒന്നൊന്നായി ഓടിമറിഞ്ഞുകൊണ്ടേയിരുന്നു. ജാൻവി വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടിപ്പോൾ ഒരാഴ്ചയോളം പിന്നിട്ടു. ജഗൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ജാനി ഫ്രീ ആണ്. ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കും. ചിലപ്പോൾ ബുക്കെടുത്ത് എന്തെങ്കിലും കുത്തിക്കുറിച്ചിരിക്കും അവൾ. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകൾ വായിക്കും. ക്ഷീണം തോന്നിയ കിടന്നുറങ്ങും. മറ്റു ചിലപ്പോൾ ബിന്ദു ചേച്ചിക്കൊപ്പം പോയി അടുക്കളയിൽ നിന്ന് വർത്താനം പറയും. പക്ഷേ അവൾക്ക് ഇഷ്ടമാവുന്നുണ്ട് ഈ ദിവസങ്ങൾ. അന്നും ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് ബുക്കിൽ എന്തോ കുത്തിക്കുറിക്കുമ്പോഴാണ് ജാൻവിയുടെ ഫോൺ ശബ്ദിച്ചത്. ബീൻ ബാഗിൽ ഇരുന്ന് റിങ് ചെയ്യുന്ന ഫോൺ അവൾ കയ്യെത്തിച്ചെടുത്തു. സ്ക്രീനിൽ പാർവതി എന്ന പേര് തെളിഞ്ഞതും ചെറുചിരിയോടെ തന്നെ ജാൻവി ഫോണെടുത്ത് ചെവിയോരം ചേർത്ത് പിടിച്ചു. ഹലോ ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നു മോളെ? നന്നായിരിക്കുന്നു ആൻറ്റി. ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ? കരുതലോടെയുള്ള പാർവതിയുടെ സ്വരം. കഴിക്കുന്നുണ്ട് ആൻറ്റി, പക്ഷെ കഴിക്കുന്നതൊക്കെ അതുപോലെ തന്നെ വോമിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് സാരമില്ല മോളെ, ഈ സമയത്ത് അതൊക്കെ സർവ്വസാധാരണമാണ്. പിന്നെ ആൻറ്റി വിളിച്ചത് വേറൊരു കാര്യം കൂടി പറയാനാ.
എന്നാ ഇവിടേക്ക് വരുന്നത്? ഈ മാണിക്യമംഗലം കോവിലകം മുഴുവനും നിങ്ങളുടെ വരവിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്. നോക്ക്, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിന്നെ പരിചരിക്കാനും നിനക്ക് ആവശ്യമുള്ളതൊക്കെ വെച്ചുണ്ടാക്കി തരാനും. അതിനേക്കാളുപരി നിങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ. കുറച്ച് ദിവസവും ഇവിടെ വന്ന് നിൽക്കുവോ? ജഗൻ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം അവിടേക്ക് വരാൻറ്റി. അങ്ങനെ വെറുതെ വന്നാൽ പോരാ, ഇവിടെ കുറച്ച് ദിവസം നിൽക്കണം. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തില് ഉത്സവം വരാൻ പോവാ. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാ. ഇപ്പോഴാവുമ്പോൾ മോൾക്ക് ക്ഷേത്രത്തിൽ കയറാം. മോള് കണ്ടിട്ടില്ലല്ലോ, ഗംഭീരായിട്ടാണ് ഉത്സവമൊക്കെ നടക്കുന്നത്. ജഗൻ അറിയാൻ കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ വിവാഹശേഷം ആദ്യമായി നടക്കുന്ന ഉത്സവമാ. ആചാരപ്രകാരം മൂത്ത കൊച്ചുമകൻ അവന്റെ ഭാര്യയായ നീയുമായിട്ട് വേണം ഈ ഉത്സവത്തിന് മുമ്പിൽ നിന്ന് വിളക്കെടുക്കാൻ. രണ്ടുപേരും അതടുപ്പിച്ച് ഇവിടേക്ക് വരണം. കേട്ടല്ലോ? ഞാൻ ജഗനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉറപ്പായിട്ടും വരാമേ. ജാനി പാർവതിക്ക് വാക്ക് നൽകിക്കൊണ്ട് ഫോൺ വെച്ചു. വൈകിട്ട് ജഗം വന്നപ്പോൾ പാർവതി വിളിച്ച കാര്യവും അമ്പലത്തിലെ ഉത്സവത്തിനെ പറ്റിയുമൊക്കെ ജാനി പറഞ്ഞു. തനിക്ക് പോകണമെന്നുണ്ടോ മാണിക്യമംഗലത്തേക്ക്? പിന്നെ നമ്മൾ വേണ്ടേ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ? എടോ, അതൊക്കെ ശരിയാ. പക്ഷെ അതിനേക്കാൾ ഏറെ ഞാനിപ്പോൾ പ്രാധാന്യം നൽകുന്നത് തനിക്കാണ്. താൻ കംഫേർട്ടാണോ? ജഗൻ, എനിക്ക് ക്ഷേത്രത്തിലൊക്കെ പോകണം. പിന്നെ മാണിക്യമംഗലത്ത് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യണം, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ. പിന്നെ കുളപ്പടവിലിരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജഗൻ കൂടി ജോലിക്ക് പോയാൽ ഈ ഫ്ലാറ്റിലെ ഏകാന്തത എന്നെ വീർപ്പ് മുട്ടിക്കുക. എനിക്കിപ്പോൾ ഒരുപാട് ആളുകളുടെ ഇടയിലിരുന്ന് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ തോന്നുന്നു. നിഷ്കളങ്കമായി അത് പറയുന്ന ജാൻവിയെ ജഗൻ ചേർത്ത് പിടിച്ചു. അതിനെന്താ, കുറച്ച് ദിവസം നമുക്ക് മാണിക്യമംഗലത്ത് പോയി നിൽക്കാം. ശേഷം ഇവിടേക്ക് മടങ്ങി വരാം, പോരെ? അത് മതി. എങ്കിൽ പിന്നെ നാളെ തന്നെ പോയാലോ? പോകുമ്പോൾ ബിന്ദു ചേച്ചിയും കൂടെ കൂട്ടാം. അപ്പോൾ ജഗൻ ഇവിടെ സഹായത്തിന് ചേച്ചി വേണ്ടേ? താൻ മാണിക്യമംഗലത്താണെങ്കിൽ ഞാനും ഇവിടെ നിൽക്കാം. അവിടുന്ന് വന്നു പോകാവുന്നതല്ലേ ഉള്ളു ജോലിക്ക്. ജഗൻ അത് പറഞ്ഞതും ജാൻവിയുടെ മനസ്സ് സന്തോഷത്തിൽ നിറഞ്ഞു കവിഞ്ഞു. ശരിക്കും ജഗൻ എൻ്റെ ഒപ്പം നിൽക്കുവോ? എൻ്റെ ഭാര്യയും കുഞ്ഞും എവിടെയാണോ അവിടെയല്ലേ ഞാനും നിൽക്കേണ്ടത്. ജഗൻ പറഞ്ഞതും ജാൻവിയുടെ മുഖത്ത് വീണ്ടും ചുവപ്പ് പടർന്നു. അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനാഞ്ഞെങ്കിലും അവൻ്റെ അതരങ്ങളിലേക്ക് പഴയ പോലെ ചുണ്ടു ചേർക്കാൻ ആ ഉണ്ണിവയർ അവളെ സമ്മതിച്ചില്ല. ഇരുവർക്കും ഇടയിൽ ഒരു നേർത്ത അകലം പോലെ അവളുടെ കുഞ്ഞു വയറ്. ജഗൻ ആ വയറിൽ ഒന്ന് തഴുകി തലോടി. ജാൻവിയുടെ നെറുകിയിലൊന്ന് മുത്തിക്കൊണ്ട് അകത്തേക്ക് കയറി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. മാണിക്യമംഗലത്തേക്ക് പോകാനുള്ള പാക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ്. 10 ദിവസത്തെ ഉത്സവം അതങ്ങടെ ആഘോഷമാക്കാൻ തന്നെ അവരെല്ലാവരും തീരുമാനിച്ചു. ഒപ്പം ജഗനും ജാൻവിയും കോവിലകത്തേക്ക് വരുന്നുവെന്നറിഞ്ഞപ്പോൾ കോവിലകത്താകമാനം ഒരു ഉത്സവ പ്രതീതിയായി. കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം കാറിലേക്ക് എടുത്തുകൊണ്ട് വെക്കുവാണ് ജഗൻ. ജാൻവി ആ ബാൽക്കണിയിൽ നിൽക്കുവാണ്. തങ്ങളുടെ സ്വർഗമായിരുന്ന ഒരിടമാണ് അവൾ മനസ്സിൽ ചിന്തിച്ചു. പക്ഷെ എന്തോ ഇപ്പൊ ഈ ഏകാന്തതയൊക്കെ ഒരു മടുപ്പ് തോന്നിക്കുന്നു. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കായൽ കാഴ്ചകളിലേക്ക് നോക്കുകയാണ് അവൾ. അവൾക്കൊപ്പം തന്നെ ബിന്ദു ചേച്ചിയും താഴേക്ക് നടന്നു. ജാൻവിക്കിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വല്ലാത്ത വൊമിറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണയേക്കാൾ 2-3 മണിക്കൂർ കൂടുതലെടുത്താണ് അവർ 3 പേരും കോവിലകത്തെത്തിയത്. ഏകദേശം ഉച്ച കഴിഞ്ഞ് 2 മണിയോടെ അടുത്തിരുന്ന നേരം. കോവിലകത്ത് ആരും അതുവരെ ആഹാരം കഴിച്ചിരുന്നില്ല. അവരെല്ലാവരും ജാൻവിക്കും ജഗനും ഒപ്പം കഴിക്കാൻ വേണ്ടി അവരെയും കാത്ത് പൂമുഖത്ത് തന്നെയിരുന്നു. അവരുടെ കാർ എപ്പോഴും മുറ്റത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ പാർവതി കാറിനടുത്തേക്ക് ഓടി ഇറങ്ങി വന്നു. ജാനി ഇരിക്കുന്ന ഭാഗത്തെ ഡോർ തുറന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വീർത്ത വയറുമായി ജാൻവി പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും അവളെ നോക്കിക്കാണുമായിരുന്നു. ആ നിമിഷം ഒരു ലൂസായിട്ടുള്ള ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിനുള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ വയറ് എടുത്തറിയാൻ പാകത്തിനുണ്ട്. അത്യാവശ്യം മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്നു ജാൻവിയുടേത്. എന്നാൽ ഇപ്പോൾ അവൾ ഇത്തിരി തടിച്ചിട്ടൊക്കെയുണ്ട്. മാത്രമല്ല കവളൊക്കെ ചാടി ഒരു പ്രത്യേക ഭംഗി. ജാൻവിയും ജഗനും വന്നതറിഞ്ഞ് മിതു ധൃതിയിൽ ഓടി പുറത്തേക്കിറങ്ങി വന്നു. ജാനിയെ കെട്ടിപ്പിടിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ജാനി യാത്രയൊക്കെ? ഒന്നും പറയണ്ട മിതു, ഒരുപാട് വൊമിറ്റ് ചെയ്തു വരും വഴി. അതിന്റെ ക്ഷീണം നിന്റെ മുഖത്ത് അറിയാനുണ്ട്.
സാരമില്ല, അകത്തേക്ക് വാ, ആഹാരം കഴിക്കാം. ഇവിടെ ആരും കഴിച്ചിട്ടില്ല. എല്ലാവരും നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നീട് എല്ലാവരും കൂടി ആഘോഷമായി നേരെ ഊണുമുറിയിലേക്ക് പോയി. ജാൻവിക്ക് മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പാർവതി നല്ല മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആസ്വദിച്ചു തന്നെ ജാൻവി ആഹാരം മുഴുവൻ കഴിച്ചു തീർത്തു. അവൾക്ക് വിളമ്പിക്കൊടുക്കാനും അവളെ കഴിപ്പിക്കാനും ഒക്കെ പാർവതിക്ക് ഒരു പ്രത്യേക ഉത്സാഹമായിരുന്നു. നാളെയാണ് ക്ഷേത്രത്തിൽ കൊടിയേറുന്നത്. മുത്തശ്ശൻ പറഞ്ഞു. അറിയാം മുത്തശ്ശ. ജഗൻ, നീ അവിടെ ഉണ്ടാകണം. അറിയാലോ, നിന്റെ സാന്നിധ്യം വേണം അവിടെ എല്ലാ കാര്യങ്ങളിലും. വൈകിട്ട് ഞാൻ അവിടേക്ക് പോകുന്നുണ്ട്. ഉത്സവം പ്രമാണിച്ച് ഞാൻ കുറച്ച് ദിവസം ലീവാണ്. ജാൻവിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു. അതെന്തായാലും നന്നായി മോനെ. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. അതിപ്പോ ഭക്ഷണത്തിനായാലും ആർപ്പാടത്തിനായാലും എന്ത് തന്നെയായാലും മാണിക്യമംഗലത്തുകാരുടെ അന്തസ് വിളിച്ചോതുന്ന വിധത്തിലായിരിക്കണം കാര്യങ്ങൾ. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ മുത്തശ്ശ. സേതുനാഥൻ പറഞ്ഞു നിർത്തിയപ്പോൾ മറുപടിയായി ജഗൻ പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. കുട്ടികൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, നിങ്ങൾ പോയിന്ന് റെസ്റ്റ് എടുക്കുക. ശേഷം വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ക്ഷേത്രത്തിലൊക്കെ പോകാം. അവിടെ എല്ലാം ഒന്ന് കണ്ടിരിക്കാമല്ലോ. മാത്രമല്ല, ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ എവിടം വരെ എത്തിയെന്ന് നോക്കുകയും ചെയ്യാം. മുത്തശ്ശി കൂടി അത് പറഞ്ഞതോടെ ജഗൻ മറുപടിയായി തലകുലുക്കിക്കൊണ്ട് എഴുന്നേറ്റു. മോൾക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ? ജാനി ഗോവണിയുടെ ആദ്യ പടിയിലേക്ക് കാലെടുത്തു വെച്ചതും പാർവതി ഒന്ന് ചോദിച്ചു. കുഴപ്പമില്ലമ്മേ. അങ്ങനല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ ഒരു മുറി അറേഞ്ച് ചെയ്യാം. എന്തു പറയുന്നു ജഗൻ? അതെ ജാനി, അതാ നല്ലത്. താനിങ്ങനെ സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടണോ? കുഴപ്പമില്ല ജഗൻ, ഞാൻ കംഫർട്ടബിൾ ആണ്. എങ്കിൽ പിന്നെ മോള് പോയി കിടന്നു. പാർവതി അത് പറഞ്ഞുകൊണ്ട് ജാൻവിയുടെ നെറുകയിലൂടെ ഒന്ന് തഴുകി വിട്ടു. മുകളിലേക്കുള്ള പടികൾ ഒന്നൊന്നായി കയറി റൂമിലേക്ക് നടന്ന് ജാൻവി. അവരുടെ റൂമിലെത്തിയത് ജാൻവിക്ക് വല്ലാത്തൊരാശ്വാസം. ചെന്ന് കയറിയ പാടെ അവൾ ബെഡിലേക്ക് ഒന്നിരുന്നു. പിന്നെ മെല്ലെ കിടന്നു. അതുകൊള്ളാം, ഡ്രസ്സൊന്നും മാറുന്നില്ലേ? അവൾക്ക് പിന്നാലെ വന്ന ജഗനാണ്. വയ്യ ജഗൻ, ഞാൻ അല്പം ടയേർഡാണ്. എങ്കിലൊരു കാര്യം ചെയ്യ, താൻ കിടന്നോളൂ. പതിയെ മലർന്നു കിടന്നുകൊണ്ട് അവൾ ജഗനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ അവളുടെ അരികിലേക്ക് വന്നിരുന്നു. എന്താ, കാലൊഴിഞ്ഞു തരണോ? ജാൻവി ഒരു കള്ളച്ചിരിയോടെ മൂളിയതേ ഉള്ളൂ. ജഗൻ അവളുടെ കാൽപാദങ്ങൾ മടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് മെല്ലെ തടവി വിട്ടു. ഒഴിഞ്ഞു കിടന്ന അവളുടെ കാലുകൾ കണ്ടതും അവൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി. ജഗൻ കാൽ തടവിയ സുഖത്തിലാണോ അതോ ക്ഷീണം കൊണ്ടാണോ എന്ന് അറിയില്ല. ജാൻവി പെട്ടെന്ന് തന്നെ മയങ്ങിപ്പോയി. അവൾക്കരികിലേക്ക് തന്നെ ജഗനും കയറിക്കിടന്നു. കുറച്ചു സമയത്തിന് ശേഷം അവനൊരു ഫോൺ കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്ത് ജഗൻ പുറത്തെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അതേസമയം തന്നെയാണ് മിഥുവും പുറത്തേക്ക് വന്നത്. പെട്ടെന്ന് ജഗനെ ബാൽക്കണി കണ്ടതും മിഥു തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. മിഥു, ജഗൻ പിന്നിൽ നിന്ന് വിളിച്ചു. നീ ഹാപ്പിയല്ലേ? തെളിച്ചം നഷ്ടപ്പെട്ടു പോയ മിഥുവിന്റെ മുഖത്തേക്ക് നോക്കി ജഗൻ ചോദിച്ചു. കുറച്ച് നാളുകളായിട്ടുള്ള മിഥുവിന്റെ സ്വഭാവം ജഗന് തീരെ പിടികിട്ടുന്നില്ല. ഉടൻ തന്നെ മിഥുവിന്റെ അതിരങ്ങളിൽ നിർജീവമായ ഒരു ചിരി പടർന്നു. എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഏട്ടാ. കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല, നിനക്കെന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്ന്. പഴയ കളിയും ചിരിയും ഒന്നുമില്ലാതെ നീ മറ്റൊരാളെ പോലെ ആയി എന്ന് പറഞ്ഞു. അമ്മ ഒരുപാട് സങ്കടപ്പെട്ടു. ജഗനത് പറഞ്ഞതും മിഥുവിന്റെ മനസ്സിലൂടെ അറിയാതെ അബിയുടെ മുഖം മിന്നി മാഞ്ഞുപോയി. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടത് ജഗൻ സംസാരം തുടർന്നു. കോഴ്സ് കഴിഞ്ഞാൽ ഇനി എന്താ നിന്റെ പ്ലാൻ? ഞാൻ 2-3 കമ്പനികളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഉടനെ എവിടെയെങ്കിലും ജോലി ചെയ്യാവും. നിനക്ക് മാണിക്യമംഗലത്തെ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു ജോലിക്ക് ട്രൈ ചെയ്തൂടെ? ഏയ്, അത് വേണ്ടേട്ടാ. ഞാൻ കുറച്ചുകൂടി ദൂരത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. മിഥു ചെറിയ വിക്കലോടെ പറഞ്ഞതും ജഗന്റെ മുഖത്ത് സംശയം. പക്ഷെ അവനൊന്നും ചോദിച്ചില്ല. നിന്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ജഗൻ അത്രയും പറഞ്ഞതും മിഥു ഒന്ന് മൂളിക്കൊണ്ട് ധൃതിയിൽ തിരികെ അകത്തേക്ക് നടന്നുപോയി. തുടരും.